ഹലോ എവരിവൺ, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കസിലെ മൊഡ്യൂൾ 1 പേളസ് ബക്കിന്റെ ഷുഡ് ദ അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് ആ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ പിന്നിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 2 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിക്കണം. കാരണം എന്താ വെച്ചാൽ അത് പഠിച്ചത് തന്നെ ഒരുവിധം നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2 മാർക്കിൻ്റെ സെക്ഷൻ നല്ല പോലെ എഴുതാൻ പറ്റും. അദൂറ ഗോഡ്സെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചാണ്, അദ്ദേഹം ഗാന്ധിജീനെ കൊന്ന ഒരു അദ്ദേഹത്തിനെ വധിക്കണോ അതോ അദ്ദേഹത്തിനെ വെറുതെ വിടണോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെ ജീവിക്കും, അദ്ദേഹത്തിന്റെ ഫാമിലി അദ്ദേഹത്തെ ആക്സെപ്റ്റ് ചെയ്യുക, അദ്ദേഹത്തിന്റെ നാട്ടുകാർ അദ്ദേഹത്തിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് വെച്ചാൽ നെഹ്റു, ആൽബർട്ട് ഐൻസ്റ്റീൻ ഇവരെ പോലുള്ള ഗാന്ധിജീനെ കുറിച്ച് ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതായത് ഗാന്ധിജീനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, അതായത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ ഗാന്ധിജി എന്ന് പറയുന്നത്. ഇനി ഗാന്ധിജീനെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ കുറച്ച് വാക്കുകളാണ്. ജനറേഷൻ ടു ബി കം ഇറ്റ് വിൽ ബി സ്കാസ് ബിലീവ് ദാറ്റ് സച്ച് എ വൺ ആൻഡ് ദിസ് എവർ ഫ്ലഷ് ആൻഡ് ബ്ലഡ്, അതായത് ഇത്രയും ചോരയും നീരും ഉള്ള ഒരു മനുഷ്യൻ ഈ ഒരു ലോകത്ത് നടന്നു എന്നത് വിശ്വസിക്കാൻ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗാന്ധിജിനെ കുറിച്ച് നമ്മുടെ നെഹ്റു പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈഫ്സ് ആൻഡ് ദർ ഇസ് ഡാർക്ക് എവരിവർ. അതായത് ഗാന്ധിജി മരിച്ചതിന് ശേഷം നെഹ്റു പറഞ്ഞ കുറച്ച് വാക്കുകളാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം, അന്നത്തെ കാലത്ത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം കൊടുന്നു വന്ന ആളാണ് ഈ ഗാന്ധിജി. അപ്പോൾ ഈ ഗാന്ധിജി പോയതിന് ശേഷം ആകെ ഇരുട്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രകാശം കൊടുന്ന ആളാണ് ഗാന്ധിജി. പക്ഷെ ആ ഒരു മരിച്ചതിന് ശേഷം ഒരു ഇരുട്ട് പ്രകാശം അകന്നുപോയി, എല്ലായിടത്തും ഇപ്പോൾ ഇരുട്ടാണ്. പിന്നെ ഇതിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഗാന്ധിജിയുടെ കൊലപാതകം എല്ലാ റൈറ്റേഴ്സിനും ഭയങ്കര ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഗാന്ധിജി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് രീതിയിലുള്ള ഒരുപാട് എഴുത്തുകാരനെ അത് ബാധിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു പി.എസ്. ബക്കിനെയും ഒരുപാട് അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പി.എസ്. ബക്ക് എഴുതിയ കാര്യം എന്താ വെച്ചാൽ മരണത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. ഗാന്ധിജി എന്ത് ചെയ്തു, സത്യത്തിന് വേണ്ടി പ്രയത്നിച്ചു. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യം വെച്ചാൽ നോ വാർ ബ്രിങ് പീസ്, അതായത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ പേളസ് ബക്ക് പറഞ്ഞ കാര്യം ഗാന്ധിജി വാസ് റൈറ്റ് ഓൾവേസ്. അപ്പോൾ ഇവരുടെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ നോ വാർ ബ്രിങ്സ് പീസ്, ഓൺലി ബ്രിങ്സ് വയലൻസ്, അതായത് യുദ്ധം ഒരിക്കലും ഒന്നിനൊരു സമാധാനം തരില്ല, എപ്പോഴും വയലൻസേ ഉണ്ടാക്കുള്ളൂ. ഇതെന്ന് വരുന്നൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു പേളസ് ബക്ക് ഡാഷ് ഈസ് ഓൺലി കോമൺ സെൻസ് ഓഫ് ഹ്യൂമൻ ബീങ്. എന്താണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? നോൺ വയലൻസ് ആണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ വരുന്നത് മെൻ വിത്ത് കൺഫ്യൂസ്ഡ് ആൻഡ് എൻടാങ്കിൾഡ് ബിക്കോസ് ദേ ആർ എഫ്രൈഡ് ഓഫ്, എന്താണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? സിമ്പിൾ ട്രൂത്ത്. അതായത് കോമൺ മാൻ എപ്പോഴും സിമ്പിൾ ട്രൂത്ത്. ഇതിൽ കാണുന്ന 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എന്തായാലും നോട്ട് ചെയ്തോളാം, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ വാട്ട് ഈസ് മോർ പവർഫുൾ ദാൻ ബോംബ്സ് ആൻഡ് വെപ്പൺ? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ് ആണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ 2 or 3 സെന്റൻസിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിൽ 2 മാർക്കിന്, അതിന് നിങ്ങൾ മാക്സിമം 2 മാർക്കിന് 2 or 3 സെന്റൻസിന് എഴുതാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ലെങ്ത് കൂടി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതാൻ ടൈം കിട്ടില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ അവിടെ ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ് ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത വെച്ചാൽ വൈ ഡു പീപ്പിൾ ബിലീവ് ഇൻ ഗാന്ധി? കാരണം എന്താ വെച്ചാൽ ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. അതെന്ന് വെച്ചാൽ നമ്മുടെ പേളസ് ബക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം, ഗാന്ധിജി എപ്പോഴും സത്യമുള്ളതായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേൾഡ് ലോങ് ഫോർ? ദ വേൾഡ് ലോങ് ഫോർ എന്തിനാണ്? ഗുഡ്നെസ് ആൻഡ് പീസ്. അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്ത് വെക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എക്സാമിന്റെ സമയത്ത്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വൈ ഡു ഇൻവെന്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്സ് ലവ് വയലൻസ്? എന്തുകൊണ്ടാണ് ഈ ആറ്റം ബോംബൊക്കെ കണ്ടുപിടിച്ച ആൾക്കാർക്ക് വയലൻസ് ഇഷ്ടമാവാൻ കാരണം? ദ ഇൻവെന്റേഴ്സ് ഓഫ് ആറ്റം ബോംബ് ലവ് വയലൻസ് ബിക്കോസ് ദേ ആർ അഫ്രൈഡ് ഓഫ് ട്രൂത്ത്. കാരണം അവർക്ക് സത്യത്തിനെ ഭയങ്കര പേടിയാണ്. അത് കാരണമാണ് അവർ ഈ ആറ്റം ബോംബൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് ഈ വയലൻസ് ഇഷ്ടപ്പെടാൻ കാരണം. ആരൊക്കെയാണ് അവർ വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ? ദ ഇഗ്നർ, ദ സർജൻസ്, ദ ഇൻവെന്റേഴ്സ് ഓഫ് ബോംബ്, പിന്നെ ദ ക്യാപ്റ്റൻസ്, ദ ജനറൽ, ദ സർജൻസ് ആൻഡ് ദ സോൾജേഴ്സ് ഹു ഓൾ ആർ ദ വയലൻസ് ലവേഴ്സ്. അത് വയലൻസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇത് 1 വേർഡ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടുഡേ മില്യൺസ് ക്യാൻ ബി കിൽ ഈസിലി ആസ് വൺ, അതായത് ഒരു സത്യം മറക്കാൻ വേണ്ടിയിട്ട് ഒരു ബോംബിട്ട് എല്ലാവരും കൊന്ന ആ സത്യം മറഞ്ഞു, അങ്ങനെയാണ് അവരുടെ ഒരു വിചാരം. അപ്പം അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ മറക്കാതെ പഠിക്കുക. നെക്സ്റ്റ് വൺ,
വാട്ട് പ്രൊവൈഡ്സ് ഗാന്ധി റൈറ്റേഴ്സ്, അത് വെച്ചാൽ ഗാന്ധിയുടെ ആ ഒരു സത്യം എന്ന് വെച്ചാൽ നീതി എന്താണ് തെളിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ റൈറ്റർ പറഞ്ഞ എന്താണ്, അതായത് PS ബക്ക് പറഞ്ഞ എന്താണ്, ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ന്യായം, അദ്ദേഹത്തിന്റെ ജീവിതമാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ട്രൂത്തിനെ ഒരുപാട് പേര് പേടിക്കുന്നുണ്ട്. അപ്പൊ ഗാന്ധി എല്ലാവരോടും പറയണ എന്താണ്, പീപ്പിളിന്റെ അടുത്ത് പറയുന്നതാണ് എല്ലാവരും വയലൻസിനെ റെസിസ്റ്റ് ചെയ്യുക, എല്ലാവരും ട്രൂത്തിന്റെ കൂടെ നിൽക്കുക. വയലൻസ് വിൽ ഡിസ്ട്രോയ് ദ വേൾഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ ഗാന്ധീസ് അസൈൻസ് ഈസ് റിലീവ്ഡ്, അതായത് ഗാന്ധിയുടെ ആ ഒരു കില്ലർ, അതായത് ഗാന്ധിനെ കൊന്ന ആള് അയാളെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, സംഭവിക്കുകയെന്ന്. അതായത് ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുകാർ, അദ്ദേഹത്തിന്റെ നാട്ടുകാരൊക്കെ അദ്ദേഹത്തിനെ അക്സെപ്റ്റ് ചെയ്യോ, അത് അദ്ദേഹം സൂയിസൈഡ് ചെയ്യോ, എന്തായിരിക്കും ആഫ്റ്റർ എഫക്ട്, അതാണ് ഇതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഗോഡ്സെ ഈസ് റിലീസ് വാട്ട് വുഡ് ബി ഹിസ് ലൈഫ്, അദ്ദേഹത്തിന്റെ ബാക്കി ജീവിതം എങ്ങനെയായിരിക്കും. കുഡ് ഹി എസ്കേപ്പ് ഫ്രം വാട്ട് ഹി ഡൺ, അദ്ദേഹം ചെയ്തു വെച്ച ഓരോ ദുഷ്ടത്തരത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റും. ഹിസ് ഓൺ പീപ്പിൾ വോണ്ട് റിസീവ് ഹിം, അതായത് അദ്ദേഹത്തിന്റെ നാട്ടുകാരൊന്നും അദ്ദേഹത്തെ തിരിച്ച് ഇതാക്കില്ല, കാരണം അദ്ദേഹം അത്രയും ഒരു കുറ്റം ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇത് പറഞ്ഞെന്താ വെച്ചാൽ ഗാന്ധിയുടെ കില്ലറിനെ ആ ഒരു ഗാന്ധിയുടെ സ്പിരിറ്റ് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ജീവിതകാലം മുഴുവൻ. അപ്പൊ ആ ഒരു തെറ്റ് ചെയ്ത കില്ലറിനെ ഒരിക്കലും ജീവിതകാലം നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പൊ ഒരു പോസിബിലിറ്റിനെ കുറിച്ചിട്ടാണ്. ഇനി വേറൊരു പോസിബിലിറ്റി എന്താ വെച്ചാൽ അദ്ദേഹത്തിന് സൂയിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ ഒരു ബോധോദയം ഉണ്ടാവില്ല, അങ്ങനെ വല്ലതുണ്ടായിട്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനായി മാറുമോ എന്നാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ ഇന്ത്യൻ ഫുൾഫിൽ ദ പ്രോമിസ് ഓഫ് എ ഗ്രേറ്റ്നെസ്, എന്ന് വെച്ചാൽ ഇന്ത്യ അവരുടെ ഒരു മഹാത്മാഗാന്ധിയുടെ ആ ഒരു ഗ്രേറ്റ്നെസ് എങ്ങനെ പൂർത്തീകരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് പൂർത്തീകരിക്കുക? ബൈ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് സ്റ്റുഡ് ഓഫ് ഗാന്ധി, എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ ആ ഒരു പ്രിൻസിപ്പിൾസും നല്ല രീതിയിലുള്ള അതേപോലെ നമ്മളും ഫോളോ ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ ആൻസർ കിട്ടുക. പിന്നെ വയലൻസ് ബ്രിങ് ഓൺലി മോർ വയലൻസ്, പിന്നെ ഗാന്ധിജി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. വയലൻസ് എപ്പോഴും വയലൻസ് ആയിരിക്കും, ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല, എല്ലാത്തിനും ഒരു ട്രൂത്തിന് ഭയപ്പെടുന്നവരാണ് വയലൻസിന് ഇതാക്കുക. അപ്പം അത്രയാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വരുന്ന 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നന്നായി നോട്ട് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഈ 2 മാർക്കിൻ്റെ ഇതേപോലെ ചോദിക്കുക ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഈ ഒരു എസ്സേയിൽ പറഞ്ഞ എന്താണ്, പേൾസ് ബക്ക് ഗാന്ധിയുടെ ആ ഒരു എസ്സേ അതിനെ പോർട്രേറ്റ് ചെയ്ത് എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പറയാവുന്ന പോയിന്റ് എന്തൊക്കെയാ വെച്ചാൽ, ഫസ്റ്റ് ചെയ്തത് ഗാന്ധിജി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാൻ, എന്ന് വെച്ചാൽ ഗാന്ധിജി ട്രൂത്തിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, വയലൻസിന് ഒരിക്കലും. നമുക്കറിയാം ഗാന്ധി എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടൊരു ആളാണ്. അപ്പോൾ അത്രയും ഒരു സോളിനെ കില്ല് ചെയ്ത ഒരു കില്ലറിന്റെ കാര്യങ്ങളും. പിന്നെ നമുക്ക് ഇതിൽ പറയുമ്പോൾ ഈ എസ്സേ എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ എന്തായാലും എഴുതണം, പിന്നെ സമ്മറി എഴുതാം, പിന്നെ ഇതിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. അപ്പം അതൊക്കെയാണ് ഇതിൽ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ പറഞ്ഞ ഗാന്ധി വാസ് ഓൺലി വൺ, ഹിസ് വോയിസ് വാസ് എ സിംഗിൾ ജെന്യൂൻ ആൻഡ് റീസൺ. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ഇതിലെ ഫസ്റ്റ് പാരഗ്രാഫ് ഇല്ലേ, ഇതാ അൺഡിഫിറ്റബിൾ ഫ്രെയിം, അതേപോലെ ഹിസ് ഹാഷസ് ആർ സ്കാറ്റേർഡ്. പിന്നെ ഒരു ലൈനും കൂടി പറയുന്നുണ്ട്, ഇന്ത്യൻ ഷുഡ് ഷോ സം കറേജ് ആൻഡ് ബി വർത്തി ഓഫ് ഗാന്ധി ദ ഫാദർ ഓഫ് നേഷൻ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, ഒന്നാമത്തെ വെച്ചാൽ ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ബോംബ്, നോൺ വയലൻസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ അത് ഒന്ന് പഠിക്കുക. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്, ആ ഒരു ഗാന്ധിജി പറഞ്ഞ എപ്പോഴും ട്രൂത്ത്ഫുൾ ആണ്, അദ്ദേഹത്തിൻ്റെ ലൈഫാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു പേൾ ബക്കിനെ കുറിച്ചിട്ട് എന്താണ്, നോൺ വയലൻസ് ആണ് കോമൺ സെൻസ് ഓഫ് ഹ്യൂമനിൽ വന്നിരിക്കുന്നത്. അതേപോലെ എല്ലാവരെയും ഭയപ്പെടുന്ന എന്താണ്, എല്ലാവരും ഭയപ്പെടുന്ന എന്തിനാണ്, സിമ്പിൾ ട്രൂത്തിനെയാണ്. പിന്നെ വാട്ട് ഈസ് മോർ പവർഫുൾ ദാൻ ബോംബ്സ് ആൻഡ് വെപ്പൺ, അപ്പം എന്താണ്, ഗുഡ് സ്പിരിറ്റ് ആണ് മോർ പവർഫുൾ ദാൻ ബോംബ് ആൻഡ് വെപ്പൺ. അപ്പം അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വൈ ഡു പീപ്പിൾ ബിലീവ് ഇൻ ഗാന്ധി, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഞാൻ പോർഷൻസ് വീതം ക്വസ്റ്റ്യൻസും സമരമൊക്കെ കൂട്ട് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിച്ചെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്ത് എല്ലാ വീഡിയോസും ഉണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.